നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉബുണ്ടുവിൽ 18.4ൽ എങ്ങനെ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്നുള്ളതിൽ പോയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ നോർമലി ഫയർഫോക്സ് ആണ് ഉണ്ടാവുക, ഗൂഗിൾ ക്രോമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഫയർഫോക്സിൻ്റെ ടാബിൽ നമ്മളിവിടെ സെർച്ച് ചെയ്യുക ഗൂഗിൾ ക്രോം ഫോർ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യുക, ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ ആദ്യം കാണുന്നതിൽ ഡൗൺലോഡ് നൗ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് എത്തിച്ചേരും. ഗൂഗിൾ ക്രോമിൻ്റെ ഡെബ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് ഗൂഗിൾ ക്രോമിൻ്റെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ദ ബ്രൗസർ ബിൽഡ് ബൈ ഗൂഗിൾ എന്നുള്ള ഒരു പേജ്. അവിടെ ഡൗൺലോഡ് നൗ എന്ന് കൊടുക്കുക, ശേഷം ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് നൽകുക. ഒരു വിൻഡോ കാണാം. ഇവിടെ സേവ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് നൽകുക. ശേഷം നമുക്ക് നമ്മുടെ ഡൗൺലോഡ് വിൻഡോയിൽ ടാബിൽ പോയി നോക്കിയാൽ ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് AMD എന്നുള്ള ഡെബ് ഫയൽ ഡൗൺലോഡ് ആവുന്നത് കാണാം. ഏകദേശം ഒരു 69-70 MB ഫയൽ ഉണ്ടായിരിക്കും. ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിളിൻ്റെ ഒരു മെസ്സേജ് താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാം. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, പൂർത്തിയായി. മുകളിൽ കാണുന്ന ഈ ഒരു ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡർ ഐക്കൺ, അതായത് നമ്മുടെ ഡൗൺലോഡ് ഫയലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡൗൺലോഡ് എന്നുള്ള ആ ഫോൾഡറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കാണാം. ഇവിടെ നമ്മുടെ ഗൂഗിളിൻ്റെ ആ ഫയൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്ന് ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ എന്നുള്ളതിൽ അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് എ പ്രോഗ്രാം എന്നിൽ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. കമാൻഡ് ഇതാണ്. കൃത്യമായി ഇതേപോലെ ടൈപ്പ് ചെയ്യണം. കമാൻഡിൽ ഇടയിൽ സ്പേസോ ഗ്യാപ്പോ അധികമായി കൊടുക്കരുത്. ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. സുഡോ സ്പേസ് DPKG സ്പേസ് -i. ഇനി നമ്മൾ ഈ ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത്. ഫയൽ നെയിം നമ്മളിവിടെ ഈ ഫയൽ റീനെയിം ചെയ്ത് കോപ്പി നൽകുക. എന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് എന്ന് നൽകുക. അപ്പോൾ ആ ഫയൽ നെയിം ഇവിടെ പേസ്റ്റ് ആയി കഴിഞ്ഞു. ശേഷം .deb എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റർ കൊടുത്താൽ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ വിസിബിൾ ആയിരിക്കില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കൊടുത്താൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ആരംഭിച്ചു. കുറച്ച് മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ്. ഈ മെസ്സേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഞാനിത് മാക്സിമൈസ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്, ഇത്രയും സംഭവം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവസാനിച്ചു. നമുക്കിവിടെ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്നുള്ളതിൽ ഇവിടെ ഗൂഗിൾ ക്രോം എന്നുള്ള ബ്രൗസർ കാണാവുന്നതാണ്. ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെ ഉബുണ്ടുവിൽ എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം. ഇതാണ് ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസർ. വീഡിയോ ഇഷ്ടമായിട്ടായിരിക്കും വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.